എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം. ഹണ്ട ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ രാഷ്ട്രീയ വിവാദം. പ്രതികൾ കൊലപാതകത്തിന് ശേഷം അടൂർ പ്രകാശ് എംപിയെ വിളിച്ചെന്ന് മന്ത്രി പി ജയരാജൻ. കൊലപാതകം ആസൂത്രണം ചെയ്തത് കോൺഗ്രസ് എന്ന് CPIM. അടൂർ പ്രകാശിനെതിരായ ശബ്ദരേഖ പുറത്തുവിട്ട് DYFI. തെളിയിക്കാൻ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ച് അടൂർ പ്രകാശ് MP. കൊലപാതകത്തിൽ പങ്കില്ലെന്നാവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വം. വെഞ്ഞാറമൂട് കൊലപാതകം രാഷ്ട്രീയ വൈരത്തെ തുടർന്നെന്ന് പോലീസ്. സ്ഥിരീകരണം പ്രതികളുടെ മൊഴിയിലൂടെ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർ കൂടി കസ്റ്റഡിയിൽ. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരു സ്ത്രീയും പിടിയിലായി. 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട DYFI പ്രവർത്തകൻ മിഥിലാജിന്റെ മരണകാരണം നെഞ്ചിലേറ്റ വെട്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടത് നെഞ്ചിലേറ്റ വെട്ട് ഹൃദയം തുളച്ചു കയറി. കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത് റൂറൽ SP. അന്വേഷണ ചുമതല ആറ്റിങ്ങൽ DYSP SY സുരേഷിന്. വിവിധ ഷാഡോ യൂണിറ്റുകളും സംഘത്തിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴി ചോർന്ന സംഭവം അന്വേഷിക്കാൻ CBIയുടെ സഹായം തേടാൻ കസ്റ്റംസ്. കേന്ദ്രത്തിന് കത്ത് നൽകി. മൊഴി ചോർന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിലയിരുത്തൽ. വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ കൈമാറും. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് ശേഖരണത്തിനായി NIA സംഘം സെക്രട്ടേറിയറ്റിൽ. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. സാങ്കേതിക വിദഗ്ധരും സംഘത്തിൽ. പൊതുഭരണ വകുപ്പിലെ സെർവർ റൂമിലും പരിശോധന. സംസ്ഥാനത്ത് 8 കോവിഡ് മരണം കൂടി. കോഴിക്കോട് 2 പേരും കൊല്ലത്ത് 3 പേരും മരിച്ചു. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തരും മരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകൾ 36 ലക്ഷം കടന്നു. ആകെ പോസിറ്റീവ് കേസുകൾ 36,91,166. ആകെ മരണം 65,288. 24 മണിക്കൂറിനിടെ 69,921 പോസിറ്റീവ് കേസുകളും 819 മരണം. പ്രണബ് മുഖർജിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഡൽഹിയിലെ ലോധി റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. അന്തിമോപചാരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി പോലീസ്. ഓണാവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ കേസിൽ പ്രതികളായ 4 പേരും റിമാൻഡിൽ. കേരള കോൺഗ്രസ് വിഷയത്തിൽ കടുത്ത നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടെന്ന് സൂചന. ജോസ് പക്ഷം UDFന് പുറത്തല്ലെന്ന് രമേശ് ചെന്നിത്തല. തീരുമാനമെടുക്കാൻ നാളെ ചേരാനിരുന്ന UDF യോഗം മാറ്റിവെച്ചു. ചിഹ്നം സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ നിയമ നടപടിക്ക് സാധ്യത തേടി PJ ജോസഫ് പക്ഷം. വിപ്പ് ലംഘിച്ച MLA-മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും സ്പീക്കർക്ക് പരാതി നൽകും. 2 ചിഹ്നവും പാർട്ടി മേൽവിലാസവും ലഭിച്ചതിലൂടെ സത്യം വിജയിച്ചെന്ന് ജോസ് കെ മാണി. KM മാണിയുടെ ആത്മാവ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ് ഇതെന്നും വിധി വന്നതോടെ ജോസ് വിഭാഗം എന്ന വിശേഷണം ഇല്ലാതായെന്നും ജോസ് കെ മാണി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് PJ ജോസഫ്. ഉത്തർപ്രദേശ് സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ കഫീൽ ഖാനെ മോചിപ്പിക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത് കോടതി റദ്ദാക്കി. കരുതൽ തടങ്കലിൽ നിന്ന് ഉടൻ മോചിപ്പിക്കണമെന്നും ഉത്തരവ്. സംഘർഷമൊഴിയാതെ ഇന്ത്യ ചൈന അതിർത്തി. കിഴക്കൻ ലഡാക്കിൽ തന്ത്രപ്രധാന മുന്നേറ്റം നടത്തി ഇന്ത്യ. പാങ്കോങ് മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. നിയന്ത്രണ രേഖ കടക്കാൻ ശ്രമിച്ച ചൈനയെ ഇന്ത്യ വിജയകരമായി പ്രതിരോധിച്ചെന്ന് കരസേനാ വൃത്തങ്ങൾ. പ്രശ്നപരിഹാരത്തിന് ഇന്നും ചർച്ച. സ്പെക്ട്രം ലൈസൻസ് ഫീസ് ഇനത്തിലുള്ള 1.6 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക അടയ്ക്കാൻ ടെലികോം കമ്പനികൾക്ക് 10 വർഷം സമയം അനുവദിച്ച് സുപ്രീം കോടതി. കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് സമയം അനുവദിക്കുന്നതെന്ന് കോടതി. 2021 മാർച്ച് 31 ആദ്യ ഗഡുവായി 10% അടയ്ക്കണമെന്നും നിർദ്ദേശം. തൊട്ടടുത്ത വർഷം മുതൽ ഫെബ്രുവരി 7 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണമെന്നും നിർദ്ദേശം. വായ്പകൾക്കുള്ള മൊറട്ടോറിയം 2 വർഷത്തേക്ക് നീട്ടാവുന്നതാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഏതൊക്കെ മേഖലകളിൽ ആനുകൂല്യം നൽകണമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് സോളിസിറ്റർ ജനറൽ. മൊറട്ടോറിയം കാലയളവിൽ പലിശ ഒഴിവാക്കണമെന്ന ഹർജി നാളെ പരിഗണിക്കും. കൊല്ലത്ത് 2 ഇടങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ട നിലയിൽ. അഞ്ചൽ വാളകത്ത് മരിച്ചത് നെയ്യാറ്റിങ്കര സ്വദേശി ഉണ്ണി. മദ്യപാനത്തിനിടയിലെ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന.
ചവറയിൽ തെക്കുംഭാഗം സ്വദേശി രാമചന്ദ്രൻ പിള്ള വെട്ടേറ്റ് മരിച്ച നിലയിൽ ആളുമാറി വെട്ടിയതെന്ന് സൂചന. കാസർകോട്ടെ ടാറ്റ കോവിഡ് ആശുപത്രി ഈ മാസം 8-ന് സർക്കാരിന് കൈമാറും. സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ആശുപത്രിയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 36 വെന്റിലേറ്റർ ഉൾപ്പെടെ 540 ബെഡുകളുള്ള ആശുപത്രി സജ്ജീകരിച്ചിരിക്കുന്നത് തെക്കിൽ വില്ലേജിൽ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെയിൽ സീതാലക്ഷ്മി ജേതാവ്. 2ാം സമ്മാനം തേജസിന്, 3ാം സ്ഥാനം വൈഷ്ണവി പണിക്കറും, 4ാം സ്ഥാനം അതിഥി ദിനേശ് നായരും സ്വന്തമാക്കി. ചരിത്രമെഴുതി 13 മണിക്കൂർ നീണ്ട മെഗാ ഫൈനൽ. ടോപ്പ് സിംഗർ 2ാം സീസണിന്റെ പ്രഖ്യാപനവും മെഗാ ഫിനാലെയിൽ നടന്നു. നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്. എടുത്താ പൊങ്ങാത്ത പാട്ടുകൾ പാടുന്നതിന് എടുത്താ പൊങ്ങാത്ത ട്രോഫി. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുമെന്ന് ഓർത്തഡോക്സ് സഭ. 1934-ലെ സഭാ ഭരണഘടന അംഗീകരിച്ച് ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികൾ ഒന്നിച്ചു പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് യൂഹന്നാൻമാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത സമാധാനത്തിനായി മറ്റന്നാൾ മുതൽ ഞായറാഴ്ച വരെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് ഓർത്തഡോക്സ് സഭ. വയനാട്ടിൽ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് കോവിഡ് ബാധിതൻ ചാടിപ്പോയ സംഭവത്തിൽ കേസെടുത്ത് മാനന്തവാടി പോലീസ്. ഇന്നലെ രാത്രി 8 മണിയോടെ കാണാതായത് ദ്വാരക കോവിഡ് പരിചരണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന കർണാടക സ്വദേശിയെ. ഉടൻ മടങ്ങിവരുമെന്ന് അറിയിച്ചതായി ആശുപത്രി അധികൃതർ. പ്രതിഷേധങ്ങൾക്കിടെ JEE പ്രവേശന പരീക്ഷ തുടങ്ങി. ഇന്നു മുതൽ ഈ മാസം 6 വരെയാണ് പരീക്ഷ. രാജ്യത്ത് കേരളത്തിൽ ഉൾപ്പെടെ 660 പരീക്ഷാ കേന്ദ്രങ്ങൾ. നീറ്റ് പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മഹാരാഷ്ട്രയിലെ പ്രളയബാധിത മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് JEE പരീക്ഷയ്ക്കായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സമീപിക്കാമെന്ന് ബോംബെ ഹൈക്കോടതി. നിലപാട് വ്യക്തമാക്കിയത് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച്. പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം കോടതി തള്ളി. അടിയന്തരമായി ഹർജി പരിഗണിച്ചത് രാവിലെ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ്. രാജസ്ഥാനിൽ 67 പുതിയ കോവിഡ് കേസുകൾ കൂടി. പുതുതായി 117 പേർക്ക് രോഗമുക്തി. രോഗം ബാധിച്ചവരുടെ എണ്ണം 82,363. 24 മണിക്കൂറിനിടെ 6 മരണം. തെലങ്കാനയിൽ 2734 പുതിയ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് മരിച്ചത് 9 പേർ. ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,27,697. ഒഡീഷയിൽ ഒരു കുടുംബത്തിലെ 3 മലയാളികൾ കോവിഡ് ബാധിച്ചു മരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ സാവിത്രി അമ്മാൾ, മകൻ SS രാജു, മകൾ മീന മോഹൻ എന്നിവരാണ് മരിച്ചത്. ഒഡീഷയിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം 4. ഉത്തർപ്രദേശിലെ മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ആവശ്യമുന്നയിച്ചത് കോവിഡ് ബാധിച്ച UPയിൽ യുവമാധ്യമ പ്രവർത്തകൻ മരിച്ച സാഹചര്യത്തിൽ. തമിഴ്നാട് മധുരയിലെ മീനാക്ഷി അമ്മൻ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകി. ക്ഷേത്രം തുറന്നത് 165 ദിവസത്തിന് ശേഷം. തീരുമാനം അൺലോക്ക് 4ാം ഘട്ടത്തിന്റെ ഭാഗമായി. നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. കർണാടകയിലെ SDPI ഓഫീസുകളിൽ പരിശോധന. സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുന്നത് DJ ഹള്ളി, KG ഹള്ളി, ഹൽസർ ഗേറ്റ് എന്നിവിടങ്ങളിൽ. കഴിഞ്ഞ മാസമുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഹിമാചൽ പ്രദേശിൽ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഷിംല, ബിലാസ്പൂർ, ഹാമിർപൂർ, കാൻഗ്ര, മണ്ഡി എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വിയോഗത്തെ തുടർന്ന് ബീഹാറിൽ കോൺഗ്രസ് ഇന്ന് നടത്താനിരുന്ന വെർച്വൽ റാലി മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ റാലി നിശ്ചയിച്ചിരുന്നത് ഇന്നു മുതൽ ഈ മാസം 21 വരെ. പശ്ചിമ ബംഗാളിൽ കനത്ത മഴ. സിലിഗുരിയിലെ താമസ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുന്നു. ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി തുടങ്ങി.
കോവിഡ് ബാധിച്ച് ചെന്നൈ MGM ഹെൽത്ത് കെയർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന മകൻ SP ചരൺ. SPBയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഓഗസ്റ്റ് 5-ന്. 5 മാസത്തിന് ശേഷം കർണാടകയിൽ പബ്ബുകളും ക്ലബ്ബുകളും മദ്യശാലകളും തുറന്നു. മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയത് കർശന നിയന്ത്രണങ്ങളോടെ. ഓരോ ഇരിപ്പിടവും തമ്മിൽ 6 അടിയെങ്കിലും ദൂരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നെയ്ത്ത് തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക്. ഡിസംബർ വരെയുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയെന്ന് തൊഴിലാളികൾ. പ്രണബ് മുഖർജിയുടെ വിയോഗം രാജ്യത്തിന് തീരാ നഷ്ടമെന്ന് RSS മേധാവി മോഹൻ ഭഗവത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രണബ് മുഖർജി. സാധാരണക്കാരോടും ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷം നിലനിൽക്കുന്ന ജമ്മു കശ്മീരിലെ ശ്രീനഗർ മേഖലയിൽ CRPFന് ആദ്യ വനിതാ IPS ഓഫീസർ. ഇൻസ്പെക്ടർ ജനറലായി നിയമിച്ചത് തെലങ്കാന കേഡറിലെ 1996 ബാച്ചിലെ ചാരു സിൻഹയെ. നേരത്തെ ബീഹാറിലെ നക്സൽ ബാധിത മേഖലകളിലും CRPF IG-യുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൊതുഗതാഗതം പുനരാരംഭിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിയ പൊതുഗതാഗതം വീണ്ടും തുടങ്ങിയത് കർശന നിയന്ത്രണങ്ങളോടെ. 4 സംസ്ഥാനങ്ങളിൽ വിദഗ്ധ മെഡിക്കൽ സംഘത്തെ വിന്യസിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ. സംഘത്തെ വിന്യസിക്കുക ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ ജില്ലകളിൽ. ആഗ്രയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ചരിത്ര സ്മാരകങ്ങൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സന്ദർശകരെ പ്രവേശിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്ന അധികൃതർ. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ അടച്ചിട്ട ചരിത്ര സ്മാരകങ്ങൾ തുറക്കുന്നത് 163 ദിവസത്തിന് ശേഷം. താജ്മഹലും ആഗ്ര ഫോർട്ടും ഉടൻ തുറക്കില്ല. കോവിഡ് പരിശോധനാ രീതികൾ പുതുക്കണമെന്ന് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷനിലെ വിദഗ്ധർ. രാജ്യത്തെ കോവിഡ് പരിശോധനകൾ ഉയർത്തിയതുകൊണ്ട് മാത്രം മരണസംഖ്യ കുറയ്ക്കാൻ കഴിയില്ല. മറ്റു രാജ്യങ്ങളിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കോവിഡ് പരിശോധനകൾ പുതുക്കണമെന്ന് നിർദ്ദേശം. ഇരുപതിനായിരം പേർക്ക് പട്ടയം നൽകാനൊരുങ്ങി പശ്ചിമബംഗാൾ സർക്കാർ. സംസ്ഥാനത്തെ 119 കുടിയേറ്റ കോളനികളിൽ താമസിക്കുന്നവർക്കാണ് പട്ടയം നൽകുക. ഇതിനായി 15,000 പേരുടെ വിവരശേഖരണം തുടങ്ങിയതായി സർക്കാർ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,56,14,000 പിന്നിട്ടു. ആകെ മരണം 8,54,000-ത്തിലധികം. 1,79,15,000-ലേറെ പേർക്ക് രോഗമുക്തി. അമേരിക്കയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 62 ലക്ഷം പിന്നിട്ടു. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 35,639 പേർക്ക്. രാജ്യത്തെ മരണസംഖ്യ 1,87,677. കോവിഡ് സ്ഥിതിഗതികൾ രൂക്ഷമാകുമ്പോൾ രാജ്യത്തെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കുന്നത് വൻ ദുരന്തം വിളിച്ചു വരുത്തുമെന്ന് WHO. സാമ്പത്തിക സാമൂഹ്യ മേഖലകൾ വീണ്ടും പ്രവർത്തിക്കുന്നതിനെ WHO അനുകൂലിക്കുന്നു. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം. വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നാളെ മുതൽ സെപ്റ്റംബർ 12 വരെ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മേള നടക്കുക കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച്. ഓസ്ട്രേലിയയിൽ 24 മണിക്കൂറിനുള്ളിൽ 70 പേർക്ക് കൂടി കോവിഡ്. രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 27,438 പേർക്ക്. മരണസംഖ്യ 733. ന്യൂസിലാൻഡിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 14 പേർക്ക് കൂടി കോവിഡ്. രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 1,401 പേർക്ക്. പുതിയ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US-ൽ കോവിഡ് മരണങ്ങൾ കുറഞ്ഞെന്ന ഡൊണാൾഡ് ട്രംപിന്റെ റീട്വീറ്റ് നീക്കം ചെയ്ത് ട്വിറ്റർ. നടപടി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ട്രംപ് റീട്വീറ്റ് ചെയ്തത് രാജ്യത്ത് 6% മരണങ്ങൾ മാത്രമാണ് കോവിഡ് മൂലം സംഭവിച്ചിട്ടുള്ളത് എന്ന ട്വീറ്റ്. കിഴക്കൻ മെഡിറ്ററേനിയനിൽ സൈനികാഭ്യാസം നടത്തി ഗ്രീസും തുർക്കിയും. കിഴക്കൻ തർക്ക പ്രദേശത്ത് സെപ്റ്റംബർ 12 വരെ സീസ്മിക് സർവേ നടത്തുമെന്ന് തുർക്കി. ജപ്പാനിലെ തെക്കൻ ദ്വീപുകളിൽ ശക്തമായ ചുഴലിക്കാറ്റ്. ഒക്കിനാവയിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. മണിക്കൂറിൽ കാറ്റ് വീശുന്നത് 162 കിലോമീറ്റർ വേഗത്തിൽ. തുർക്കിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി. രാജ്യത്ത് ഇതുവരെ 2,70,133 പേർക്ക് കോവിഡ്. മരണം 6,370.
കോവിഡ് പശ്ചാത്തലത്തിൽ മാർച്ച് മുതൽ നിർത്തിവച്ചിരുന്ന മാർപ്പാപ്പയുടെ ബുധനാഴ്ചകളിലെ പൊതുദർശനം നാളെ മുതൽ പുനരാരംഭിക്കും. പോൾ ആറാമൻ ഹാളിന് പകരം മാർപ്പാപ്പ സന്ദർശകരെ സ്വീകരിക്കുക വത്തിക്കാൻ മന്ദിര സമുച്ചയത്തിലെ സാന്തമാസോ ചത്തുരത്തിൽ വെച്ച്. സന്ദർശകർക്ക് രാവിലെ 7:30 മുതൽ പ്രവേശനത്തിന് അനുമതി. മ്യാൻമാറിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിദ്വേഷപരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യുമെന്ന് ഫേസ്ബുക്ക്. തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും നീക്കം ചെയ്യുമെന്നും അധികൃതർ. മ്യാൻമാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബറിൽ. തായ്വാനുമായി പുതിയ ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുകയാണെന്ന് അമേരിക്ക. നടപടി തായ്പേയുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 6 സുരക്ഷാ ഉറപ്പുകൾ പ്രഖ്യാപിച്ചതായും വാഷിംഗ്ടൺ. സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്ക്. ആക്രമണം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ. തെക്കൻ സിറിയയിലെ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭിന്നതകൾ സംസാരിച്ച് തീർക്കാൻ തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും വാങ് യി. പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ച് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. രാജ്യത്തൊട്ടാകെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് കൂടുതൽ കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് വിമർശനം. ദുർബല നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്നും ജോ ബൈഡൻ. ഫ്രാൻസിൽ കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട സ്കൂളുകൾ തുറന്നു. 11 മുതൽ 18 വയസ്സുവരെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാസ്ക് നിർബന്ധം. വിദ്യാർത്ഥികൾ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ചൈനയിൽ പുതിയ സ്കൂൾ അധ്യയന വർഷം ആരംഭിച്ചു. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് രാജ്യത്ത് സ്കൂളുകൾ പ്രവർത്തിക്കുകയെന്ന് അധികൃതർ. 75% കുട്ടികളാണ് ക്ലാസുകളിലേക്ക് മടങ്ങിയത്. ശ്രീലങ്കയിൽ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഹ്രസ്വകാല പദ്ധതി നടപ്പിലാക്കുമെന്ന് ടൂറിസം മന്ത്രി പ്രസന്ന രണതുംഗ. പ്രഖ്യാപനം കോവിഡ് പ്രതിസന്ധി മൂലം രാജ്യത്തെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ. ഓണം ആഘോഷിച്ച് ജിബൂട്ടിയിലെ മലയാളികൾ. ഭാരത് മകൾ റെസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ ഓണസദ്യയ്ക്കായി ഒത്തുകൂടിയത് 150ഓളം മലയാളികൾ. ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിൽ നിന്നുള്ള യാത്രാ വിമാനം UAEയിൽ. വിമാനമെത്തിയത് ഇസ്രായേൽ UAE സമാധാന കരാറിന് പിന്നാലെ. സൗദി അറേബ്യയുടെ വ്യോമമേഖലയിലൂടെയായിരുന്നു വിമാനത്തിന്റെ യാത്ര. സൗദി അറേബ്യയിൽ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗൗരവമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച വ്യാപാര സേവന മേഖലകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുകയാണെന്നും മന്ത്രാലയം. വൈദ്യുതി തകരാർ മൂലം ഫ്രാൻസിൽ ട്രെയിനുകളുടെ പ്രവർത്തനം 24 മണിക്കൂറോളം തടസ്സപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിൽ 4 അതിവേഗ ട്രെയിനുകളിൽ യാത്രക്കാർ കുടുങ്ങി. സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഫ്രാൻസ് ദേശീയ റെയിൽ അതോറിറ്റി. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കൂളുകൾ വീണ്ടും തുറന്നു. വിദ്യാർത്ഥികൾക്കായി ക്രമീകരിച്ചത് കർശന കോവിഡ് നിയന്ത്രണങ്ങൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് സ്കൂളുകൾ തുറക്കുന്നത്. ജപ്പാനിൽ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നതോടെ ജോലിയുടെ ലഭ്യത കുറഞ്ഞതായി സർക്കാർ. ആഭ്യന്തര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നത് ജൂലൈ മുതൽ. 5G ഇന്റർനെറ്റ് വേഗത്തിൽ സൗദി ലോകത്തൊന്നാമത്. സെക്കൻഡിൽ 414.2 മെഗാബൈറ്റാണ് സൗദിയുടെ 5G വേഗത. കണക്ക് പുറത്തുവിട്ട് ബ്രിട്ടീഷ് കമ്പനിയായ ഓപ്പൺ സിഗ്നൽ. ദക്ഷിണ കൊറിയയും ഓസ്ട്രേലിയയും 2ഉം 3ഉം സ്ഥാനത്ത്. ഖത്തറിൽ പെട്രോളിന് ഓഗസ്റ്റിലെ അതേ നിരക്ക് തന്നെ ഈ മാസവും തുടരുമെന്ന് ഖത്തർ പെട്രോളിയം. ഇന്ധനവില ഇന്നു മുതൽ പ്രാബല്യത്തിൽ. രാജ്യാന്തര എണ്ണവില പ്രകാരം ഓരോ മാസവും ഇന്ധനവില പുതുക്കുന്നത് 2016 മുതൽ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ പുതിയ ഷോറൂം എറണാകുളം MG റോഡിൽ പ്രവർത്തനം തുടങ്ങി. ചെയർമാൻ ജോയ് ആലുക്കാസ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് മറൈൻ ഡ്രൈവിൽ പ്രവർത്തിച്ചിരുന്ന ഷോറൂം. സൂപ്പർ താരം ലയണൽ മെസ്സിയെ ടീമിലെത്തിക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് നടത്തി ജർമ്മൻ ക്ലബ്. ബുണ്ടസ്ലീഗ ക്ലബായ VfB സ്റ്റുട്ട്ഗാർട്ട് ആരാധകരുടെ ശ്രമം മെസ്സിയുടെ റിലീസിംഗ് തുകയായ 700 മില്യൺ യൂറോ കണ്ടെത്താൻ. തുടക്കമിട്ടത് 900 മില്യൺ ശേഖരിക്കുന്നതിനായുള്ള ക്യാമ്പയിൻ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിലേക്കുള്ള ടീമിൽ ജോഫ്ര ആർച്ചറും ജോസ് ബട്ട്ലറും മടങ്ങിയെത്തി. പാകിസ്ഥാനെതിരെയുള്ള 2020 പരമ്പരയിൽ ഇരു താരങ്ങൾക്കും വിശ്രമം നൽകിയിരുന്നു. ആസ്റ്റൺ വില്ല ക്യാപ്റ്റൻ ജാക്ക് ഗ്രിലീഷ് ആദ്യമായി ഇംഗ്ലണ്ട് ടീമിൽ. മാർക്കസ് റാഷ്ഫോർഡിന് പകരക്കാരനായാണ് ടീമിൽ ഇടം നേടിയത്. ഐസ്ലാൻഡിനും ഡെൻമാർക്കിനുമെതിരെയുള്ള ഇംഗ്ലണ്ട് ടീമിലാണ് അവസരം. ബാഴ്സലോണയുടെ മധ്യനിരയിൽ നിന്ന് ക്രൊയേഷ്യൻ താരം റാക്കിറ്റിനെ ഒഴിവാക്കി. സെവിയയുമായി താരം 3 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു.
റാക്കിറ്റിച്ച് സെവിയിലേക്ക് എത്തുന്നത് ഫ്രീ ട്രാൻസ്ഫർ. പുതിയ പരിശീലകനെ നിയമിച്ച ISL ക്ലബ്ബായ ഹൈദരാബാദ് FC ആൽബർട്ട് റോക്കയ്ക്ക് പകരക്കാരനായി എത്തുന്നത് 2017 ലാലിഗയിൽ ലാസ് പൽമസിന്റെ പരിശീലകനായ മനാലോ മാർക്കസാണ്. ജില്ലാ വാർത്ത. തിരുവനന്തപുരം നാവായിക്കുളത്ത് 15 വയസ്സുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ മരിച്ചത് ഷഹീർ റജീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഫർഗൻ. പാരിപ്പള്ളി എഴിപ്പുറം അറബിക് കോളേജിലെ വിദ്യാർത്ഥിയായി. തിരുവനന്തപുരം മാറനല്ലൂരിൽ പിതാവ് 9 വയസ്സുകാരനായ മകനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. മകൻ ആഷിനെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത് സർക്കാർ ജീവനക്കാരനായ സലീം. കൊല്ലം പൂയപ്പള്ളിയിൽ വ്യാജമദ്യം കാറിൽ വിൽപ്പന നടത്തിയാൽ പിടിയിൽ. അറസ്റ്റിലായത് ആയൂർ ചെറുവക്കൽ സ്വദേശി വിനോദ്. 3.5 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. ആലപ്പുഴ കായംകുളത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. പ്രതിഷേധം ഇന്നലെ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ആക്രമണമുണ്ടായത് CPI മാർച്ചിനിടെ. പത്തനംതിട്ട ഏഴംകുളത്ത് തരിശുനില പുൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഉദ്ഘാടനം നിർവഹിച്ച് ചിറ്റയം ഗോപകുമാർ MLA. എറണാകുളം പെരുമ്പാവൂർ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രികനായ പാലക്കാട് സ്വദേശി ഡാനി ജോസ്. യാക്കോബായ വൈദികനും മക്കാബി ഡയറക്ടറുമായ ബർയുഖനോൻ റബ്ബാന്റെ സമരം തുടരുന്നു. ചർച്ച നടപ്പിലാക്കാൻ അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിൽപ്പ് സമരവുമായി എറണാകുളം ചേരാനല്ലൂർ പഞ്ചായത്ത് ടെമ്പിൾ റോഡ് നിവാസികൾ. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യം. പ്രതിഷേധം ഇടയക്കുന്നം സൗത്ത് ടെമ്പിൾ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. എറണാകുളം പശ്ചിമ കൊച്ചിയിലെ കിടപ്പ് രോഗികൾക്ക് സഹായം എത്തിച്ച് പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക്. 1000-ലധികം കിടപ്പ് രോഗികൾക്ക് സഹായം വീടുകളിൽ എത്തിച്ചു നൽകുകയായിരുന്നു. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ AIYF പ്രവർത്തകരുടെ പ്രതിഷേധം. ചരക്ക് വാഹനങ്ങൾക്കും ബസ്സുകൾക്കും വർദ്ധിപ്പിച്ചത് 5 രൂപ. പാലക്കാട് നല്ലേപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പാലക്കാട് അട്ടപ്പാടിയിൽ ബൈക്കിൽ കൂട്ടിയിടിച്ച് 2 മരണം. അട്ടപ്പാടി സ്വദേശികളായ സുധീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. അപകടം ചിറ്റൂർ മൂച്ചിക്കടവിൽ. മലപ്പുറം കരുവാങ്കല്ലിൽ ഗൃഹോപകരണ കടയ്ക്ക് തീപിടിച്ചു. CP ഹോം അപ്ലയൻസ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. കടയും 3 നില കെട്ടിടവും പൂർണ്ണമായും കത്തിനശിച്ചു. കോഴിക്കോട് കക്കയം പഞ്ചവടി പാലത്തിന്റെ താഴ്ഭാഗം കല്ലിളകി ഇടിഞ്ഞ നിലയിൽ. പാലത്തിന് ഉദ്ഘാടനം നടന്നത് 1 മാസം മുൻപ്. പണി പൂർത്തീകരിച്ചത് 3 ലക്ഷം രൂപ ചെലവ്. കോഴിക്കോട് മണക്കടവിൽ അനധികൃതമായി മണ്ണെടുത്ത് വയൽ നികത്താൻ ഉപയോഗിച്ച JCBയും ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. നടപടി സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധന. കോഴിക്കോട് കക്കുടിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർത്തു. ആക്രമണത്തിന് പിന്നിൽ DYFI എന്ന് കോൺഗ്രസ്. വയനാട്ടിൽ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാർമേഴ്സ് ട്രേഡ് മാർക്കറ്റിംഗിന് തുടക്കം. ആരംഭിച്ചത് സഹകരണ കാർഷിക മേഖലയിലെ ആദ്യ ഓൺലൈൻ വ്യാപാര ശൃംഖല. കണ്ണൂർ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. മാടപ്പീടിക ഗുണ്ടിയിലെ ഓഫീസ് അക്രമികൾ ബോംബെറിഞ്ഞ് തകർത്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. പിടികൂടിയത് 47 ലക്ഷം രൂപ വിലമതിക്കുന്ന 937 ഗ്രാം സ്വർണം. കാസർഗോഡ് സ്വദേശി അബ്ദുൾ മജീദ് കസ്റ്റംസിന്റെ പിടിയിൽ. കാസർഗോഡ് ബേക്കൽ പാലത്തിൽ ഗതാഗത നിരോധനം. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ മാസം 7 മുതൽ ഒക്ടോബർ 6 വരെ. നടപടി ബേക്കൽ പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ. ചില വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ. JEE നീറ്റ് പരീക്ഷകൾക്കായി അനുവദിച്ച കേന്ദ്രങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയെന്ന് വ്യാജ പ്രചാരണം. വെള്ളത്തിനടിയിലായ ഏതാനും പരീക്ഷാ കേന്ദ്രങ്ങൾക്കൊപ്പമാണ് പ്രചാരണം. എന്നാൽ ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ച് പ്രകാരം ചിത്രങ്ങൾ 2016-ലേതാണെന്ന് വ്യക്തമായി. BJP നേതാവ് കപിൽ മിശ്രയുടെ സഹോദരി മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്തുവെന്ന് വ്യാജ പ്രചാരണം. പ്രചരിക്കുന്ന ചിത്രം കപിൽ മിശ്രയുടെ സഹോദരിയുടേതല്ല. 2016-ലെ അഷിത ഷക്കീൽ ദമ്പതികളുടെ മിശ്ര വിവാഹ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോർവേയിലെ പ്രതിഷേധത്തിനിടെ അക്രമകാരികൾ കാർ കത്തിക്കുന്നുവെന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണ്. ചിത്രം അമേരിക്കയിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധത്തിനിടെ മെയ് മാസത്തിലെടുത്ത ചിത്രമാണ്. ആരോഗ്യമുള്ള ശരീരമുള്ളവർ മാസ്ക് ധരിക്കേണ്ട എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥയിലേക്ക്. ഈ ഓണത്തിന് നമ്മുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു സോപ്പിട്ട് ഗ്യാപ്പിട്ട് മാസ്ക് ഇട്ടോണം.
മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാസ്കുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ തെറ്റായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. മുഖം മാസ്ക് ചെയ്ത 3 പുരുഷന്മാരും മാസ്ക് ധരിക്കാത്ത ഒരു സ്ത്രീയുമാണ് വീഡിയോയിൽ. മാസ്ക് ധരിക്കാത്തതിന്റെ കാരണം തിരക്കിയപ്പോൾ സ്ത്രീയുടെ മറുപടി ആരോഗ്യമുള്ളവർക്ക് മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്കും രോഗികളെ പരിചരിക്കുമ്പോഴും മാത്രമേ മാസ്ക് ആവശ്യമുള്ളൂ എന്ന് സ്ത്രീ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ദേശീയ ആരോഗ്യ മിഷനാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ, ഉജ്ജയിൻ കളക്ടർമാർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2020 മാർച്ച് 19 വീഡിയോ ആണിത്. ഇതാണ് ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്നത്. സത്യത്തിൽ വീഡിയോ വ്യാജമല്ല. പക്ഷേ സാഹചര്യങ്ങൾ മാറിയപ്പോൾ വസ്തുതകളിൽ മാറ്റമുണ്ടായി എന്നതാണ് സത്യം. അതായത് മാസ്ക് നിർബന്ധമാക്കുന്നതിന് മുൻപുള്ള വീഡിയോ. നിലവിലെ സാഹചര്യത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത് തീർത്തും അബദ്ധമാകും. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നിലവിൽ കേസെടുക്കാനും പിഴ ചുമത്താനും നിയമമുണ്ട്. ഇവിടെ തെറ്റായ സമയത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നതും സമാനമായ തെറ്റ് തന്നെ. മാസ്ക് നിർബന്ധമാണ്, മുഖ്യമാണ്. ശാസ്ത്രീയമായി മറിച്ചൊരു വിശദീകരണം വരുന്നതുവരെ മാസ്കിനെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ അസത്യമാണ്, ശിക്ഷാർഹവുമാണ്. തൃശൂർ വലപ്പാട് കോതകുളം ബീച്ചിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും നാടൻ ബോംബ് കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രിയിലായിരുന്നു പരിശോധന. പിടിച്ചെടുത്ത ബോംബ് നിർവീര്യമാക്കും. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തു. ഗുണ്ടാ സംഘത്തിന്റേതാണ് ബോംബെന്ന് പ്രാഥമിക നിഗമനം. കള്ളിക്കാട് പഞ്ചായത്തിൽ 23 പേർക്ക് കൂടി കോവിഡ്. ഇന്ന് പരിശോധനയ്ക്ക് വിധേയനാക്കിയത് 79 പേരെ. ചാമവിളപ്പുറം വാർഡിൽ 8 പേർക്കും പെരിഞ്ഞിക്കടവ് വാർഡിൽ 4 പേർക്കും കള്ളിക്കാട് വാർഡിൽ 3 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ.